ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പുനലൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വന്നതാണ്, പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ അത് ആ ഫസ്റ്റ് എൻട്രി ലുക്കായിരുന്നു ആദ്യം കണ്ടത്. അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റോളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടോയ്സും ഫാൻസി ഐറ്റംസൊക്കെ ഇപ്രാവശ്യം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഹൽവാസിൻ്റെ പല ഫ്ലേവറും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുക്കീസ് ഉണ്ടായിരുന്നു, പഴയ മിഠായികളുണ്ടായിരുന്നു. എനിക്ക് അഫോർഡബിൾ പ്രൈസായിട്ട് തോന്നിയത് ഫാൻസി ഐറ്റമാണ്. നമുക്ക് വെറൈറ്റി ഐറ്റം ഉണ്ട്, റേറ്റും കുറവായിരുന്നു. ഒരുപാട് കമ്മലിൻ്റെ സെലക്ഷനൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഈ പ്രാവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സ്റ്റാളിലെ തിരക്കാണ് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത. കാരണം എന്ന് പറഞ്ഞാൽ അത് കടന്നിട്ടാണ് നമുക്ക് റൈഡിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. മോളെയും മോനെയൊക്കെ ഇതുപോലെ നിർത്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മോതിരത്തിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. പേരെഴുതിപ്പിക്കുന്ന മോതിരം, അതായത് 40 രൂപ റേറ്റാണ്. മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മോൻ്റെ നെയിമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അവർ മോതിരത്തിൽ റേറ്റൊക്കെ നെയിമൊക്കെ ഒന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വീതി കുറവുള്ള മോതിരമാണെങ്കിലും നമ്മുടെ നെയിം ലോങ് ആണെങ്കിൽ അവർ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മോൻ്റെ നെയിമൊക്കെ ഒന്ന് എഴുതി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മന്ത് ഗ്യാരണ്ടി ആണെന്ന് തോന്നുന്നു ഈ നെയിമിന് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഒന്ന് മോതിരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുപാട് റെയ്ഡും കാര്യങ്ങളും, മരണക്കിണർ, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് അകത്താക്കി, കാരണം അത്രയ്ക്ക് ചൂടിൽ നിന്നല്ലേ വന്നത്. മക്കളെയൊക്കെ റെയ്ഡിലൊന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയ്ഡിൽ കയറുന്ന കൂടുതൽ വിശേഷങ്ങളൊക്കെ വീണ്ടും നമ്മൾ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ആയിട്ട് പിന്നീട് വരാം കേട്ടോ, ഓരോരുത്തർ കയറുന്നതായിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ റെയ്ഡിലൊക്കെ നിർത്തി. അപ്പോൾ 50 രൂപയാണ് ഈ ജീപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആകെ 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റെയ്ഡിലെ കുട്ടികളുടെ എണ്ണമൊക്കെ കുറവാണ് കേട്ടോ. റെയ്ഡിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും ഇപ്രാവശ്യം 20-30 വെച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പം അത്യാവശ്യം സ്റ്റോളിലൊക്കെ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നത്. റെയ്ഡിൽ തിരക്ക് കുറവായിരുന്നു. ഞങ്ങളവിടെ ഒരു റെയ്ഡിൽ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. കാരണം വേടനെ കാണാൻ വേണ്ടി ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിലെ വേടനായിരുന്നു ഇന്നത്തെ ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത കുലുക്കിയിലോട്ടാണ് പോയത്. ഒരു ഗ്രേപ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല കുലുക്കി സർബത്തായിരുന്നു, അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ഗ്ലാസ് പൊട്ടത്തില്ലേ എന്നുള്ളത്. എന്ത് കഴിവാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിൽ നമുക്ക് ഒട്ടും നമുക്ക് സീറ്റ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് വേടനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. പിന്നെ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്കിത് ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങ് തിരികെ ഇറങ്ങിപ്പോയി, എനിക്ക് പറ്റുന്നില്ലായിരുന്നു, എനിക്കെന്തോ അങ്ങിതായിരുന്നു. പിന്നെ സ്റ്റേജിലാണ് കയറിയത് കേട്ടോ. വേടൻ്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് കഴിഞ്ഞ് നല്ല അടിപൊളി അടിയും ഉണ്ടായിരുന്നാണ് കേട്ടത്. എന്തായാലും അടിക്ക് മുമ്പേ ഞങ്ങൾ വീടെത്താൻ പറ്റി, അത് തന്നെ വലിയ ഭാഗ്യം. കാണാൻ പറ്റിയതിലും സന്തോഷം. ശ്രീശാന്തും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ശ്രീശാന്തിനെ കാണാനൊന്നും പറ്റിയില്ല, നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ വേടനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്, വ്യൂസിന് താങ്ക്സ്, പിന്നെ അതുപോലെ ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഞാൻ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.